നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇത് എൽ ജി G7 തിൻക്യുവിൻ്റെ അൺബോക്സിംഗ് ആണ്. എൽ ജി G7 എൽ ജിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. നമുക്ക് ഇതിൻ്റെ ബോക്സിന് ചുറ്റും എന്തൊക്കെ എഴുതിയെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇത് ഗൂഗിൾ പ്ലേ ഉണ്ട്, 64 GB ഇൻ്റർണൽ ഉണ്ട്, അടിയിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ ആണ് ഉപയോഗിക്കുന്നുണ്ട്. പുറകിൽ DTX എന്ന് പ്രത്യേകം കോളമിട്ട് എഴുതിയിട്ടുണ്ട്. തീർച്ചയായും എൽ ജി പൊതുവെ ഓഡിയോയ്ക്ക് പേര് കേട്ട ഡിവൈസാണ്. നമുക്ക് ബോക്സിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം, ശ്രദ്ധിച്ച് നോക്കാം. അവിടെ നമുക്ക് എൽ ജി G7 ആണ്, അതിന് 50,000 രൂപ വിലയുണ്ട് എന്നൊക്കെയാണ് ബോക്സിൽ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എൽ ജി G7 എന്ന് വെച്ചാൽ എൽ ജിയുടെ ഇന്ത്യയിൽ ഈ വർഷം ആകെ ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് മാത്രമാണ്. കാരണം എൽ ജി V40 എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിട്ടുള്ള അത് ഇന്ത്യയിൽ റിലീസായിട്ടില്ല. അപ്പോൾ എൽ ജി G7 എന്ന് പറഞ്ഞ വേർഷനാണ് ഈ ഫോൺ. എൽ ജി G7 പ്ലസ് തിൻക്യു എന്ന് പറഞ്ഞ വേർഷൻ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം 40,000-40,000 രൂപ വിലയുള്ള ഫോണാണ്. ഇത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 33,000 രൂപയ്ക്ക് അവൈലബിളുള്ള ഫോണാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ G7 പ്ലസിന് 6 GB റാമും 120 GB ഇൻ്റർണലും ഉണ്ട്. എൽ ജി G7 4 GB റാമും 64 GB ഇൻ്റർണലേ ഉള്ളൂ. ഇതിൻ്റെ ബോക്സ് ഒരു സ്പെഷ്യൽ ബോക്സാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ബോക്സ് അല്ല, ഇതിൻ്റെ പ്രത്യേക എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഫീൽ ഈ ബോക്സിനുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു പേപ്പർ ബോക്സ് തന്നെയാണ് ഇത്, പക്ഷേ ഇതിൻ്റെ പ്രത്യേക ഫീലുണ്ട്. ആ ബോക്സിൻ്റെ സ്റ്റിക്കറും കൂടെ കട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയെന്ന് കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് 4 GB റാം 64 GB ഇൻ്റർണൽ വേർഷനാണ്. ബോക്സ് നോക്കട്ടെ തുറക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ടിൽ തന്നെ അവർ എൽ ജിനെ തന്നെ ട്രോൾ ചെയ്യുന്ന പോലെ ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഗ്ലാസ് ഫോണാണ്, അപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് വരുമ്പോൾ തുറക്കാൻ വേണ്ടി അവർ തന്നെ ഒരു എൽ ജിയുടെ ബ്രാൻഡായിട്ടുള്ളൊരു ക്ലോത്ത് ഉണ്ട്. നമുക്കിത് ഫോൺ കയ്യിലായിട്ട് ഫോൺ അധികം വെയിറ്റ് ഒന്നും തോന്നുന്നില്ല, കൈ പിടിക്കാൻ സുഖമുണ്ട്. സ്പെക്സ് സൂപ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് AI ക്യാമറയുണ്ട്, ബ്രൈറ്റ് ഡിസ്പ്ലേ ഉണ്ട് എന്നൊക്കെ. നമുക്ക് തൽക്കാലത്തേക്ക് ഫോൺ സൈഡിലേക്ക് മാറ്റി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് അപ്പോൾ അതുപോലെ തന്നെ ഒരു പേപ്പർ കവർ അല്ലെങ്കിൽ പേപ്പർ ബോക്സ് ഉണ്ട്. അത് സൈഡിലേക്ക് മാറ്റിയേക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം, സൂം ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാണ്. വളരെ റയറായിട്ട് കാണുന്ന ഒരു ഇയർഫോൺ ഉണ്ട്. പൊതുവെ ഇപ്പോഴത്തെ ഫോണുകളൊക്കെ ഇയർഫോൺ തരില്ല. അപ്പോൾ ഇത് നല്ല നീളമുള്ളൊരു ചാർജറാണ്. അപ്പോൾ എൽ ജിയുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ കോൾകോമിൻ്റെ ക്വിക്ക് ചാർജ് 3 ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അതായത് കൃത്യമായി മെൻഷനും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തന്നെ എൽ ജിയുടെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായും എൽ ജിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിന് USB Type-C കേബിൾ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞില്ല ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് USB Type-C ആണ് ചാർജർ ഉള്ളത്. പിന്നെ നമുക്കത് സൈഡിൽ വെക്കാം. നമുക്ക് മറ്റേ ചെറിയ ഒന്നാമത്തുള്ള ഇയർഫോൺ എങ്ങനത്തെയാണെന്ന് നോക്കാം. പണ്ട് എൽ ജി V30 അല്ല V20യുടെ ഒപ്പം വില കൂടിയ വേറെ കമ്പനിയുടെ ഇയർഫോണെന്ന് പറഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നു എൽ ജിയുടെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇയർഫോണാണ്. നല്ല ഇയർഫോൺ ആയിരിക്കണം. കാരണം എൽ ജിയുടെ 32 ബിറ്റ് ഡാക്കൊക്കെ വെച്ചിട്ട് നല്ല സൗണ്ട് വരുന്ന ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മോശം ഇയർഫോൺ അവർ തരില്ലല്ലോ. പിന്നെ അതവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഇയർഫോൺ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേറെ നമ്മുടെ സൈസിനനുസരിച്ച് മാറ്റാവുന്ന ടിപ്സ് ഉണ്ട്. ആ ടിപ്പ് മാറ്റാൻ നമുക്ക് ഇയർഫോണിൻ്റെ കനാൽസ് മാറ്റാൻ വേണ്ടി ചെറുതും വലുതും വേറെ 2 കൂടി ഉണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇയർഫോൺ ബ്രൈഡഡ് കേബിളാണ്. അത് വളരെ നല്ല കാര്യമാണ്. പെട്ടെന്ന് ചീത്തയാവില്ല. ബ്രൈഡഡ് കേബിളാണ്. ഇവിടെ പറഞ്ഞ് പോരെയൊന്നുമില്ല. പെട്ടെന്ന് കുടുങ്ങിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെറുതെ കുലുക്കി കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് കിട്ടും. നല്ല ക്വാളിറ്റി ഇയർഫോണാണത്. എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേപ്പർ ബോക്സ് തുറന്ന് നോക്കിയില്ലല്ലേ, നോക്കാം. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. അതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ വൃത്തിയാക്കി വെക്കാം. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാതെ സാധാരണ പോലെ പേപ്പർ ബോക്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ ഷാമിയുടെ ഫോണിലോ ഓണറിൻ്റെ ഫോണിലോ കിട്ടുന്ന പോലെ നമുക്കൊരു
ട്രാൻസ്പെറൻറ്റ് TPKs തരാറുണ്ട് പ്രൊട്ടക്ഷൻ വേണ്ടി, പക്ഷെ അത് ഇതിനകത്തില്ല. അതിന് വരെ ഒരു വില കൂടി റീഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്തില്ല എന്നുള്ള എടുത്ത് പറയുന്നതാണ്. കാരണം 1+6 ഒക്കെ ഇപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ വാറണ്ടി കാർഡാണ് ഒരെണ്ണം. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ സിം ഇജക്ടർ ടൂൾ. അപ്പോൾ G7 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് IP68 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ MIL/STD 10G കംപ്ലൈൻ്റ് ആണ്. അതായത് ഇതിന് കുറച്ചും കൂടി കട്ടിയുള്ള ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്നത്. ഗ്ലാസ്സാണ്, പക്ഷേ എന്തെങ്കിലും താഴത്ത് വീണാൽ പൊട്ടുന്നത് ഉറപ്പാണ്. നമുക്ക് ഇത് തുറക്കാം. ഓൺ ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഇതിൻ്റെ കവർ നീക്കാം. ഇവിടെ നിന്ന് നീക്കി വെക്കാം. ഈ ഫോൺ ഇൻ ഹാൻഡ് ഫീല് ഭയങ്കര അടിപൊളിയാണ്. 6.1 ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഫോൺ ഭയങ്കരമായിട്ട് തോന്നില്ല. 18:9 ഡിസ്പ്ലേ മാത്രമല്ല, എന്തുകൊണ്ടോ ഈ LGയുടെ ഫോൺ ഭയങ്കരമായിട്ട് വെയിറ്റ് തോന്നാറില്ല കയ്യിൽ പിടിക്കുമ്പോൾ. ഇങ്ങനെ ഭയങ്കര ഈവൻ ബാലൻസ്ഡ് വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം. ഇതുപോലെ വൃത്തിയിട്ട സ്റ്റിക്കറുകൾ ഈ ഫോണിൻ്റെ പുറകിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പാടാണ്. ഫോൺ വൃത്തിയിടാം. പിന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ വെള്ളം ചേർത്ത് നമുക്ക് പറിച്ചെടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ 6.1 ഡിസ്പ്ലേ ഉണ്ട്. ഇതിന് 1000 നിറ്റ്സ് വരെ സൂപ്പർ ബ്രൈറ്റ്നസ് വരെ പോകാൻ പറഞ്ഞാൽ. പിന്നെ നോച്ച് ഉണ്ട്. ഫ്രണ്ടിൽ ക്യാമറയുണ്ട് 8 MB. പിന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്. പിന്നെ മേലെ നമ്മുടെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്. സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ വോളിയം കീയും പിന്നെ ഗൂഗിൾ ബട്ടണും ഉണ്ടാകും. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ ഇത് ലോക്കാണെങ്കിലും നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗൂഗിൾ പ്ലേ ബട്ടണിൽ കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരുന്നതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അടിയിൽ ഇതിനൊരു സ്പീക്കർ ഗ്രില്ലുണ്ട്, USB Type-C ഉണ്ട്, മൈക്കുണ്ട്, 3.5 ഹെഡ്ഫോൺ ജാക്കുണ്ട്. ബാക്കിൽ 16 MB ക്യാമറ ഉണ്ട്. ഒരെണ്ണം f1.6 അപ്പർച്ചറുള്ളതും പിന്നെ ഒരെണ്ണം 16 MB വൈഡ് ആംഗിൾ f1.9. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. പിന്നെ G7 ഒരു ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ LG G7 കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. 1000 നിറ്റ്സ് സൂപ്പർ ബ്രൈറ്റ്നസ് വരെ പോകുന്നതാണ്. നല്ല ക്യാമറയുണ്ട്. ഇതിന് വെറും 33 രൂപയേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഇത് ഭയങ്കര അടിപൊളി ഫോണാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ 32 ബിറ്റ് DAC ഉണ്ട് ഇതിന്. നമുക്കിത് സെറ്റിങ്സ് കയറി നോക്കാം. നമുക്ക് 64 GB ആണ് എത്ര സ്പേസ് കിട്ടുന്നത്. ബാക്കി നമുക്ക് ഏകദേശം 17 GB OS യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കുണ്ടാവും. അത് ആൻഡ്രോയിഡ് വേർഷനും കൂടി നോക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. സിം കാർഡ് നീ ഇട്ടിട്ടില്ല. ഫോൺ നെയിം G7 തിനിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ പോരായ്മ എനിക്ക് തോന്നുന്നില്ല. 3000 mAh ബാറ്ററി ഉള്ളൂ. അത് ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 8.1 ആണ്. സെക്യൂരിറ്റി പാച്ച് ജൂണ് സെക്യൂരിറ്റി പാച്ചാണ്. അതൊക്കെ വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സെപ്റ്റംബർ വരെയുള്ളതൊക്കെ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബറിലുള്ള സെക്യൂരിറ്റി പാച്ചിൻ്റെ ഒരു തരണ്ടാണ്. എന്തായാലും ഈ ഡിവൈസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു റിവ്യൂ ഇറക്കുന്നുണ്ട്. അതിന് അൺബോക്സിങ് ഇതെന്തെങ്കിലും കണ്ടതിന് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം.